ട്രേഡേഴ്സ് ഇന്ന് മാർക്കറ്റിൽ വലിയൊരു പ്രോഫിറ്റോ ഒരു ലോസോ ഒന്നും അല്ല, ഒരു ജസ്റ്റ് ഒരു 2000+ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് എടുത്ത് നിർത്തി. ഇന്ന് ഞാനേ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ അവൈലബിൾ അല്ലായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഞാൻ ട്രേഡ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തത് ഞാൻ മൊബൈലിൽ കൂടിയായിരുന്നു. രാവിലത്തെ ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു. നമ്മുടെ ലൈനിനെ ഡ്രോ ചെയ്ത് വെച്ചു. ലൈനിനെ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു. പക്ഷേ എൻ്റെ ഓവറോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സൈഡ് ആയിരുന്നു. പക്ഷേ നമ്മളുടെ സെറ്റപ്പ് താഴത്തോട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ താഴത്തോട്ട് ട്രേഡ് എടുത്തത്. പക്ഷേ അവിടെ നിന്ന് തിരിഞ്ഞ് മേളിൽ നമ്മുടെ ലൈനിനെ ക്രോസ് ചെയ്യാൻ തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ കോസ്റ്റിൽ ആദ്യത്തെ 574 കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തു. അത് വലിയൊരു ലോസോ ഒന്നും കൊടുത്തില്ല. പിന്നെ ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാവുന്നതായിരുന്നു, ഞാൻ അത് എടുത്തില്ല. അത് അത്യാവശ്യം നല്ല മൊമെൻറ്റം ചെയ്തു. അടുത്തത് ഇവിടെയാണ് നെക്സ്റ്റ് ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തത്. ഇവിടെയാണ് ഈ ക്യാൻഡിൽ നമ്മുടെ ലൈനിനെ ടച്ച് ചെയ്തിട്ട് തൊട്ട് മേളിൽ ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഇത് നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കണം കേട്ടോ. എക്സാക്ട്ലി 100 പോയിൻറ്റ്സ് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടുന്ന് റിട്രേസ് ചെയ്തത്. നമ്മുടെ നമ്മുടെ ലൈനിൻ്റെ താഴത്താണ് ഞാൻ സ്റ്റോപ്പ് ലോസും വെച്ചത്. അപ്പോൾ അങ്ങനെ ഓവറോൾ ഒരു 100 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇത് ഓക്കെ 1600 എങ്ങനെയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിരുന്നു. ഈ ഒരു ക്യാൻഡിലിന് മുന്നേ ഇവിടെയായിരുന്നു നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തത്. എക്സാക്ട്ലി നമുക്ക് 100 പോയിൻറ്റ്സും കിട്ടി. ഈ ഒരു ഇതായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസും വെച്ചിരുന്നത്. പക്ഷേ അതിന് മുന്നേ അതുകൊണ്ടാണ് ഇപ്പം സെക്കൻഡ് ട്രേഡ് നോക്കി കഴിഞ്ഞാൽ 1600 പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ട്രേഡ് നോക്കിയാൽ മതി. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വന്ന മാർക്കറ്റ് നമ്മളുടെ ആ ഏരിയയിൽ എത്തി ജസ്റ്റ് അവിടുന്ന് റിവേഴ്സൽ ആവാൻ തുടങ്ങുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്തപ്പം ട്രേഡ് എടുത്തു. ജസ്റ്റ് അതിൻ്റെ ലോയെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചു. അപ്പോൾ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് രണ്ടാമത്താണ് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. അതാണ് ഒരു ആവറേജ് ഒരു 1600 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അടുത്ത് മൂന്നാമത്തെ ഒരു ട്രേഡ് എടുത്തത് എക്സാക്ട്ലി നോക്കിക്കൊള്ളണം. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുമായിരുന്നു. റിവേഴ്സായി ഞാൻ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്ന ഞാൻ കണ്ടില്ല. ആ സമയത്ത് ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ ഫൈൻ, അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. താഴത്തോട്ട് വന്ന് ഇവിടെ ഒരു ബേസ് ഫോം ചെയ്തു. ഇവിടെ ഒരു ബേസ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റാത്ത. ഇവിടെ ഒരു ബേസ് ഫോം ചെയ്തു. ബേസ് ഫോം ചെയ്ത് കഴിഞ്ഞ് അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോട്ടം പാറ്റേണും കൂടെ അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഇങ്ങനെ വന്നു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്യാൻ തുടങ്ങി. ആ ബ്രേക്ക് ഔട്ടും കൂടെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഈ ഒരു പോർഷനിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. എക്സാക്ട്ലി ഇവിടം വരെ വന്ന് പിന്നെ അവിടെ കണ്ടിന്യൂസ്ലി റിജക്ഷൻ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. അങ്ങനെ ഓവറോൾ ഒരു 2000+ ഒരു 2400 പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തത്. എക്സാക്ട്ലി അവിടുന്ന് ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെയും താഴത്തോട്ട് വന്നേനെ. അപ്പോൾ ഇന്നലെ നമ്മളൊരു വലിയ ലോസാണ് ഇന്നലെ ബെയർ ചെയ്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാഞ്ഞത് പ്രത്യേകിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ. ഇന്ന് ഇത്രയും വലിയൊരു ഫോളിംഗ് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ കോൾ ഓപ്ഷനിലാണ് കൂടുതലും പൈസ അച്ചീവ് ചെയ്തത്. ചെറിയ റിട്രേസ്മെൻറ്റുകളാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത്. ഓക്കെ ഫൈൻ, അത് വെറുതെ അല്ല, നമ്മളുടെ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നുകൊണ്ടും സെറ്റപ്പുകൾ ഫോം ചെയ്തുകൊണ്ടും മാത്രമാണ്. ഇന്നലെ എനിക്ക് ഒരു ബിഗ് ലോസാണ് ഉണ്ടായത്. അതിനൊരു കാരണവുമുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷേ ഒരു ടൈമിംഗ് ഇല്ലാഞ്ഞുകൊണ്ടും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാഞ്ഞത്. നമ്മളുടെ 940 ക്യാൻഡിലിനെ മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ ഉണ്ട്. അതിൽ ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രേഡ് എടുത്തു. ഇതിൻ്റെ ലോ ആയിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. ഞാൻ ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രേഡിൽ എൻട്രി എടുത്തു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ലോ ആയിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ട്രേഡ് എടുത്തു, മാർക്ക് ചെയ്ത് തുടങ്ങി. നമ്മളുടെ 60 പോയിൻറ്റ്സോ മിറ്റായിരുന്നു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാർക്കറ്റ് കണ്ടിന്യൂസ് പടയൊന്നും പുറത്ത് താഴത്തോട്ട് വന്നു. ഒരു 7000 അടുപ്പിച്ച് ലോസ് പെട്ടെന്ന്. സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പോലും നമുക്ക് സമയം തരാതെ 7000. പിന്നെ മാർക്കറ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതൊന്ന് കാണുക. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു കോൾ ഓപ്ഷൻ 54500 കോൾ ഓപ്ഷനിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്കറ്റ് നമ്മുടെ 940 ഹൈയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്തത്. എൻ്റെ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ്. സോ സാധാ വയ്ക്കുന്ന പോലെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഒരു 30 പോയിൻറ്റ്സ് അത്യാവശ്യം നല്ലൊരു ഫോള് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. ഈ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അധികം വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നില്ല. ഇതെന്ന് പറയുമ്പോൾ
ക്യാൻഡിലിൻ്റെ ലോ എക്സാക്ട്ലി 60 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. 60 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 30 പോയിൻറ്റ്സിൻ്റെ പ്രീമിയം വൈസ് അത്യാവശ്യം ഒരു ഫോൾ 1101. അപ്പോൾ 30 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 14. ഓക്കെ ട്രേഡേഴ്സ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണേന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയും കഴിഞ്ഞ് പോയി. മാർക്കറ്റ് മേളിലോട്ടൊന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്തേക്കാം. നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ കണ്ടിന്യൂസ് ഫോളാണ് ട്രേഡേഴ്സ്. ഓക്കെ അത്യാവശ്യം വലിയൊരു ഫോളായി. നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം ട്രേഡേഴ്സ്.